ഹായ് ഗൈസ്, വെൽക്കം ടു യുവർ ന്യൂസ് സെക്ഷൻ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പൂൾസ് എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ആൻഡ് നമുക്ക് ഒട്ടും വയ്ക്കേണ്ട, നേരെ ചാർട്ടിലോട്ട് പോവാം. കാരണം നിങ്ങളെ ട്രേഡിംഗ് ഷിഫ്റ്റ് അല്ലെങ്കിൽ നിങ്ങളെ ട്രേഡിങ്ങിന്റെ ആ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലോട്ട് നിങ്ങൾ കിടക്കാൻ പോവാണ്. സോ നമുക്ക് ഒട്ടും വയ്ക്കേണ്ട, നേരെ ചാർട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ്ട്രാ കോൺസെപ്റ്റ്സോ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. പക്ഷേ നമ്മൾ നിലവിൽ പഠിച്ച കാര്യങ്ങളൊന്നും ഓർഡർ ആക്കി പറഞ്ഞുതരാം. അതുപോലെ തന്നെ എങ്ങനെ ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി പൂൾ കണ്ടെത്താം എന്നാണ്. ആൻഡ് ഇത് നമ്മളെ ലാസ്റ്റ് എപ്പിസോഡ്സിലൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ റാൻഡമായിട്ട് പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഇതിന് വേണ്ടി ഒരു എപ്പിസോഡ് ഞാൻ മാറ്റി വെക്കാന്ന് വിചാരിച്ചു. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ നോക്കുമ്പോൾ ബുള്ളിഷ് ട്രെൻഡ്, മാർക്കറ്റ് ബുള്ളിഷ് ട്രെൻഡിൽ പോവാണ്. ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഹയർ ഹൈ ഹയർ ലോ, ആ ഒരു സ്ട്രക്ചറിൽ പോവാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ലിക്വിഡിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി ബിസി, സിംഗ്ലോ, ബുള്ളി ഷോബി. ബുള്ളി ഷോബി എന്ന് പേരേ ഉള്ളൂ. ബുള്ളി ഷോബിന്റെ ക്യാൻഡിൽ വരിക എന്ന് പറഞ്ഞാൽ ബെയറിഷ് ക്യാൻഡിലാവും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ബുള്ളിഷ് എക്സാമ്പിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ യെസ് 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 മാർക്കറ്റിൽ ഈ സെൻട്രൽ പാർട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് സാധാരണ നോർമലി കാണാൻ പറ്റുക? എഫ്ഇജി ഉണ്ടാകും, അതുപോലെ തന്നെ ബിസി, ബിസി ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് ഒബി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലിക്വിഡിറ്റി പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ലിക്വിഡിറ്റീസ്. സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൈസ് നിങ്ങൾ മാർക്കറ്റ് ഇവിടുന്ന് അപ്പാവെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ആ പർട്ടിക്കുലർ പ്രൈസിൽ ജസ്റ്റ് ഒരു ലിക്വിഡിറ്റി മാത്രം പോരാ, നിങ്ങളുടെ ബിസി മാത്രം പോരാ. എന്ത് വേണം? നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ഒബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിലോ കാര്യങ്ങളോ എന്തെങ്കിലും ജസ്റ്റ് വരച്ചര വേണമെങ്കിൽ ഈ ഒരു പാർട്ട് കണ്ടോ? ഈ ഒരു പാർട്ടിൽ ഞാൻ ഈ വരച്ചത് ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ അതിൻ്റെ ഒപ്പം നമ്മുടെ എഫ്ഇജി കണ്ടോ? ജസ്റ്റ് ഒരു എഫ്ഇജി ഗ്യാപ്പ് ഉണ്ടാകാം. നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ ചാർട്ടേ വരച്ചിട്ടുള്ളൂ, ബട്ട് അവിടെ എഫ്ഇജി ഉണ്ടാകാം. അതുപോലെ തന്നെ ഇതൊരു ബെയറിഷ് ക്യാൻഡിൽ ആകാം. അഫ്കോഴ്സ് നിങ്ങൾ ബെയറിഷ് ക്യാൻഡിലാണ് വരച്ചതാണ്. അപ്പോൾ ഒരു ബെയറിഷ് ക്യാൻഡിൽ, അപ്പോൾ എന്തൊക്കെയായി? ഇവിടെ എഫ്ഇജി, അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഒബി, അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു സിംഗ്ലോ കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ മൾട്ടിപ്പിൾ ലിക്വിഡിറ്റീസ് ചേർന്നിട്ടുള്ള ലിക്വിഡിറ്റി പൂൾസ് എന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലി നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു ബിസിക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 50% വിൻ റേറ്റ് കൊടുക്കാം. അപ്പൊ മനസ്സിലാക്കണം, ബിസിക്ക് ആകപ്പാടെ 50% വിൻ റേറ്റ് ഉള്ളൂ. സിംപ്ലി അതെന്താ മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് 50% മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ബിസിനെ റെസ്പെക്ട് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു സിംഗ്ലോ നമ്മളിപ്പോൾ ഒരു 60% കൊടുക്കുകയാണ്. 60% മാത്രമേ നമുക്ക് ഈ ഒരു സിംഗ്ലോനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ ഒരു പേഴ്സൻറ്റേജ് കണക്കുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഒരു മൈനർ പേഴ്സൻറ്റേജ് നമുക്ക് ഒന്നും കാട്ടാൻ കഴിയില്ല മാർക്കറ്റിൽ. നമുക്ക് എപ്പോഴും ബിഗ്ഗർ പേഴ്സൻറ്റേജ് വേണം, അല്ലെങ്കിൽ ബിഗ്ഗർ മെജോറിറ്റി നമ്മളെ സൈഡിലോട്ടാകണം. സോ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇങ്ങനെ ഒരു ലിക്വിഡിറ്റി പൂളിൽ വെച്ചിട്ട് എൻട്രി എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ലിക്വിഡിറ്റി പൂൾ മാത്രം കൺസിഡർ ചെയ്യുക ഒരു റിഫ്ലക്ഷന് വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ബുള്ളിഷിന്റെ എക്സാമ്പിൾ മനസ്സിലായി തോന്നുന്നു. അതുപോലെ തന്നെ ബെയറിഷിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ബെയറിഷിൽ നമുക്ക് സിബി, സിംഹൈ, ബെയറിഷ് ഒബി എന്ന് പറഞ്ഞാൽ ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും. ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ആയിക്കോട്ടെ. യെസ്, ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്? മാർക്കറ്റ് ഏതെങ്കിലും ഒരു എഫ്ഇജി അല്ലെങ്കിൽ ഒരു ഒബി എന്നല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി പൂൾസ് നിന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? റിഫ്ലക്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കൊരു എഫ്ഇജി എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ക്യാൻഡിൽ ഞാൻ വരച്ചിട്ടുണ്ട് നമ്മളൊരു ഒബി ആയിട്ട്, അല്ലേ? അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് നമുക്ക് ഇവിടെ ഒബി ഉണ്ട്, അതുപോലെ ഒരു എഫ്ഇജി ഉണ്ട്, അതുപോലെ തന്നെ ഒരു സിംഹൈ കൂടെ ഉണ്ടാവുമ്പോൾ എന്താണ്? പേഴ്സൻറ്റേജ് കൂടുകയാണ്. ഞാൻ പറഞ്ഞു ഇതിന് പലതിനും ഈ പല കോൺസെപ്റ്റ്സും നമ്മൾ ഈ ബിസിക്കും സിബിക്കും ഡിഫറെന്റ് വിൻ റേഷ്യോ ആണ്. അപ്പം നമുക്ക് എന്താ വേണ്ടത്? മോർ വിൻ റേഷ്യോ ഉള്ള ഏരിയാസ് ആണ് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ലിക്വിഡിറ്റി പൂൾസ്. ഇനി നമുക്ക് ചാർട്ടിലെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ എക്സാമ്പിളിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് ബുള്ളിഷ് ലിക്വിഡിറ്റി പൂൾസ് അല്ലെങ്കിൽ ബുള്ളിഷ് സൈഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ലിക്വിഡിറ്റി പൂൾസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. മാർക്കറ്റിൽ എന്താണ്? ഒരു ലോ ഉണ്ട്, അതുപോലെ തന്നെ എഫ്ഇജി ഉണ്ട്, ആൻഡ് സിംപ്ലി നമുക്കൊരു ഒബി കൂടെ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് എക്സാമ്പിൾ കണ്ടോ? ഇതാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻസൈറ്റ് ഞാൻ പറഞ്ഞുതരാം. എക്സ്ട്രാ ഇൻസൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കണ്ടോ, ഇത് ഒബി ആണ്, ഈ ഒരു ക്യാൻഡിൽ ഒബി ആണ്. നമുക്ക് 1 to 3 ക്യാൻഡിൽസ് വരെ ഒബി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മേ ബി ഡൗട്ട് വരും, എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല എന്നുള്ള ഡൗട്ട് വരാം. അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാൻ എന്തുണ്ടെങ്കിൽ
നമ്മൾ ഒരു 10 സീരീസ് ഓഫ് ബുള്ളിഷ് ക്യാൻഡിൽ. അപ്പോൾ ഈ സീരീസ് ഓഫ് ബുള്ളിഷ് ക്യാൻഡിൽ ഏത് ക്യാൻഡിൽ OB ആയിട്ട് വരിക? ബെയറിഷ് ക്യാൻഡിൽ വന്നാലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 3 മീൻസ് ഞാൻ പറഞ്ഞത് ഒരു ക്യാൻഡിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് 3 ക്യാൻഡിൽസ് വരെ നമുക്ക് OB ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 10 എണ്ണത്തിൻ്റെ ഇടയിൽ നമുക്കൊരു 3 എണ്ണം വന്നു കഴിഞ്ഞാൽ, ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് OB ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ അത് നിങ്ങളൊരു എക്സ്ട്രാ ഇൻസൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്ക് കണ്ടോ ഒരു സീരീസ് ഓഫ് ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഇടയിൽ കണ്ടിന്യൂസ് 2 ക്യാൻഡിൽസ്. സോ ഇതെന്ത് ചെയ്യാം, നമുക്കൊരു OB ആയിട്ട് കൺസിഡർ ചെയ്യാം. എൻ്റെ അതുപോലെ തന്നെ FEG നമുക്ക് ഇവിടെ ഉണ്ട്. ഞാൻ ആക്ച്വലി എല്ലാം ഇവിടെ കൂട്ടി വരച്ചേക്കുക കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെയും അതുപോലെ ചെയ്യാം. പക്ഷേ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമല്ല. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒന്നുകൂടെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തത് പ്രോപ്പറായിട്ട് നമ്മൾ OB-നെയാണ്. ജസ്റ്റ് OB-നെ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് നന്നായിട്ട് മേലോട്ട് പോയി. ആൻഡ് രണ്ടാമത് വീണ്ടും ടാപ്പ് ചെയ്ത് നന്നായിട്ട് മേലോട്ട് പോയി. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അല്ലെങ്കിൽ മാർക്കറ്റിന് ഇവിടുന്ന് അടിയിലോട്ട് പോകാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ബെയറിഷിൻ്റെ സിമ്പിൾ എക്സാമ്പിളിലോട്ട് പോവുക. ബെയറിഷ് നോക്കുമ്പോൾ നമുക്ക് എന്താണ്, മാർക്കറ്റ് എന്താ OB ഉണ്ട്, അതുപോലെ തന്നെ ഹൈ ഉണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് സംബന്ധിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അതിനെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യും. മാർക്കറ്റിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു FEG ആകുമ്പോൾ മാർക്കറ്റിന് സിമ്പിളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു FEG ആകുമ്പോൾ റെസ്പെക്ട് ചെയ്യാൻ യാതൊരു നിർബന്ധമില്ല. പക്ഷേ ലിക്വിഡിറ്റി പൂൾസ് ആകുമ്പോൾ മാർക്കറ്റ് അതിനെ മോസ്റ്റ് ഓഫ് ദ ടൈംസും അല്ലെങ്കിൽ നമുക്ക് എൻട്രി എടുക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ കൺഫോർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം, സെൽ എൻട്രി. ഓക്കെ, സെൽ എൻട്രീസ് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും ഒരു 1:2. ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷേ ലോവർ ടൈം ഫ്രെയിമിൽ കൺഫോർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക, അവിടെ എൻട്രിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നോക്കുന്നത് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള 1 ഹവറിലാണ്. അതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് വേറെ എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ അല്ലേ, എന്താണ് OB-ൻ്റെ മാർക്കറ്റിൽ സീരീസ് ഓഫ് ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഇടയിൽ ഫസ്റ്റ് നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്ന് ആൻഡ് FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഹൈയും ഉണ്ട്. അതിനടുത്ത് മാർക്കറ്റ് നേരെ അടിയിലോട്ട് പോയി. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലുള്ള നമുക്ക് കൺഫോർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സെൽ എൻട്രി എടുക്കാം. അപ്പോൾ ഇന്ന് സെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു കുഞ്ഞ് സെക്ഷനാണ്. പക്ഷേ ഇത് നിങ്ങൾ ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക. മാർക്കറ്റിൽ നമ്മളെ LTF-ലോട്ട് പോകുമ്പോൾ, LTF എന്ന് പറഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോൾ നിങ്ങൾ എൻട്രി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി പൂൾസ് എന്നാണ്. കാരണം നമ്മൾ എടുക്കുന്ന എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസ്കി എൻട്രി ആവാൻ പാടില്ല. നമുക്ക് എടുക്കുന്ന എൻട്രി പക്ക പ്രോപ്പറായിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1:2 എങ്കിലും ഡെലിവറി ചെയ്യേണ്ട എൻട്രീസ് ആണ്. സോ അത് നിങ്ങൾക്ക് ഈ ഒരു ലിക്വിഡിറ്റി പൂൾസ് നിന്ന് കറക്റ്റ് ആയിട്ട് കിട്ടും. സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് എന്ത് ഡൗട്ട് നിങ്ങൾക്ക് പേഴ്സണലി DM ചെയ്യുക. ആൻഡ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.